ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്കാണ് ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ഗുണങ്ങൾ. 10 കാരണങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കണം എന്നുള്ളത്. സോ ഫ്രണ്ട്സ്, നേരത്തെ ഹോട്ടൽ മാനേജ്മെൻറ്റും ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എപ്പിസോഡ് ചെയ്തിരുന്നു. അതിൽ പ്രത്യേകം പരാമർശിക്കേണ്ട ഒരു എപ്പിസോഡാണ് 6 കാരണങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കരുത് എന്നുള്ളത്. ആ ഒരു എപ്പിസോഡ് ചെയ്തതിനൊരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നു, ലക്ഷ്യമുണ്ടായിരുന്നു. അതായത് ചില പേഴ്സണാലിറ്റി ട്രൈറ്റ്സും ചില സിറ്റുവേഷൻസ് ഉള്ള ആൾക്കാരും ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചാലുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ആ ഒരു എപ്പിസോഡിൽ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്തത്. അതോടൊപ്പം പല കൂട്ടുകാരും പല ഏജന്റുമാരുടെയും ബ്രോക്കേഴ്സിൻ്റെയും ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സുകൾ പഠിക്കാനുള്ള തള്ളു കാരണം ആ ട്രാപ്പിൽ വീണു പോകാറുമുണ്ട്. ആ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പ്രതിപാദിച്ചാണ് ആ എപ്പിസോഡ് ചെയ്തത്. പക്ഷെ ചില കൂട്ടുകാരെങ്കിലും ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച, ജോലി ചെയ്യുന്ന, പഠിക്കാൻ ആഗ്രഹമുള്ള, പേഴ്സണാലിറ്റി മാച്ച് ചെയ്യുന്ന ആൾക്കാർ പല രീതിയിലുള്ള പരാമർശങ്ങൾ ആ എപ്പിസോഡിൻ്റെ താഴെ ചെയ്തിട്ടുണ്ട്. ഓൺ ആവറേജ് ഡെയിലി 1-2 തെറികൾ കിട്ടാറുമുണ്ട്. സോ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ കൂടിയാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന കോഴ്സ് പഠിച്ചാലുള്ള ബെനിഫിറ്റ്സ് ഹൈലൈറ്റ് ചെയ്ത് ഈ ഒരു എപ്പിസോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്നുള്ളത് നല്ല കോഴ്സാണ്. പക്ഷേ എല്ലാ കോഴ്സുകളും പോലെ എൻജിനീയറിംഗ് ആയാലും പാരാമെഡിക്കൽ ആയാലും മെഡിക്കൽ ഫീൽഡ് ആയാലും ആർക്കിടെക്ചർ ആയാലും അഗ്രികൾച്ചർ ആയാലും ലോ ആയാലും കോമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും എല്ലാ ക്യാരക്ടറും എല്ലാ പേഴ്സണാലിറ്റി മാച്ച് ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ കാര്യവും. ഏതായിരുന്നാലും നമുക്ക് നമ്മുടെ ഈ ഒരു എപ്പിസോഡിൻ്റെ കോണ്ടന്റിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് 9 മുതൽ 5 മണി വരെ, പൊതുവെ ഇതിൻ്റെ 9 to 5 എന്ന് വെച്ചാൽ 9 AM to 5 PM വളരെ സ്ട്രിക്റ്റായി ഫോളോ ചെയ്യുന്ന ജോബ് ഫോർമാറ്റിന് പുറത്തുള്ള ജോബ് ഫീൽഡായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെസ്കിലിരുന്ന് ക്യൂബിക്കിളിലിരുന്ന് 9 to 5 അല്ലെങ്കിൽ 8 to 6 അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു പർട്ടിക്കുലർ സമയക്രമം വളരെ സ്ട്രിക്റ്റായി പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ജോബിൽ താല്പര്യമില്ലാത്ത കൂട്ടുകാർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കരിയർ മേഖലയാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്നുള്ളത്. അതോടൊപ്പം വളരെ ലൈവ്ലി ആയിട്ടുള്ള, പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള, സോഷ്യൽ സ്കിൽസ് ഉള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു ജോബ് എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയെയും നിങ്ങളുടെ കണക്ഷൻസിനെയും നിങ്ങളുടെ ഫ്യൂച്ചറിനെയും ഒക്കെ സഹായിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് 10 കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ആദ്യത്തേതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ എൻവയോൺമെൻറ്റ് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കരിയർ മേഖലയാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്നുള്ളത്. സോ ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചർ ആയാലും അല്ല മിലിറ്ററി ഡിഫൻസ് സെക്ടറിലായാലും അല്ലെങ്കിൽ വളരെ കാം ആൻഡ് ക്വയറ്റായ ബീച്ച് അറ്റ്മോസ്ഫിയറിലാണെങ്കിലും ഒരു ഐലൻഡിലാണെങ്കിലും ഒരു സിറ്റി ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും ഒരു ടൗണിലാണെങ്കിലും ഏത് സെറ്റപ്പിലും നിങ്ങൾക്ക് ജോലി ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കരിയർ മേഖലയാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്നുള്ളത്. സോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിലാണ് ജോബ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് എന്നുള്ളത്. ആ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആദ്യത്തെ ബെനിഫിറ്റ് എന്നുള്ളത്. രണ്ടാമത്തേതാണ്, നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്നുള്ളത് വളരെ എക്സെപ്ഷണലാണ്. ബാക്കിയുള്ള ജോബ്, അത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയാലും ആർക്കിടെക്റ്റ് ആയാലും അഗ്രികൾച്ചർ സ്പെഷ്യലിസ്റ്റ് ആയാലും ഏത് മേഖല സെലക്ട് ചെയ്താലും അതിൽ നിന്നൊക്കെ മാറി നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രിവിലേജസ് അത് വളരെ നല്ലതാണ്. പക്ഷേ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് എല്ലാ ഹോട്ടൽസിലും ഹോട്ടൽ ചെയിൻസിൽ പോയാലും ഈ രീതിയിലുള്ള നല്ല ഒരു ബെനിഫിറ്റ് കിട്ടണം എന്ന നിർബന്ധമില്ല എന്നുള്ളത്. സോ ഒരു പർട്ടിക്കുലർ ജോബ് പ്രോസ്പെക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ആ ജോബ് നൽകുന്ന എംപ്ലോയറിനെയും മനസ്സിലാക്കുക എന്നുള്ളത്. നമുക്കിവിടെ പ്രത്യേകം പരാമർശിക്കാനുള്ളത്, ഏകദേശം എല്ലാ വലിയ ഹോട്ടൽ ചെയിൻസും ഫോളോ ചെയ്യുന്നത് ഹിൽട്ടൺ അല്ലെങ്കിൽ മാരിയോട്ട് പോലുള്ള, താജ് ഗ്രൂപ്പ് പോലുള്ള വലിയ ഹോട്ടൽ ശൃംഖലയാണ്. അവർക്കറിയാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് എംപ്ലോയീസിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്താൽ എംപ്ലോയീസ് കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുമെന്നുള്ളത്. കസ്റ്റമേഴ്സിൽ കൂടി എംപ്ലോയീസിന് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നു. ഈ സാറ്റിസ്ഫാക്ഷൻ ആ കമ്പനിയുടെ ഓർഗനൈസേഷൻ്റെ ഹോട്ടൽ സ്ട്രക്ചറിൻ്റെ അല്ലെങ്കിൽ ആ ഹോട്ടൽ ശൃംഖലയുടെ ലാഭത്തിനും നല്ല ഒരു ബ്രാൻഡ് ഇമേജിനും ഗുഡ് വില്ലിനുമൊക്കെ കാരണമായി തീരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എംപ്ലോയി ബെനിഫിറ്റ്സ് ഒക്കെ നൽകി അവരെ സഹായിക്കുമ്പോൾ ആ നല്ല പെർഫോം ചെയ്യുന്ന എംപ്ലോയീസ് ഈ
എംപ്ലോയറിനും വലിയ ഒരു അസറ്റായി മാറുന്നു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ലഭിക്കുന്ന നല്ല കോമ്പറ്റിറ്റീവ് സാലറി സ്ട്രക്ചർ ആയാലും അക്കോമഡേഷൻ, അതോടൊപ്പം ഹെൽത്ത് ഇൻഷുറൻസ്, അല്ലെങ്കിൽ അവരുടെ ട്രാവൽ പാക്കേജസ്, അങ്ങനെ പല നല്ല ബെനിഫിറ്റ്സും നൽകി എംപ്ലോയീസിനെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്നുള്ള ഈ ഒരു മേഖല ഈ രീതിയിലുള്ള പല പേർക്സും ലഭിക്കാനുള്ള ഒരു കാരണമായി തീരുന്നു. മൂന്നാമത്തെ കാര്യമാണ്, കരിയർ അഡ്വാൻസ്മെൻറ്റിന് വളരെ കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള മേഖലയാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്നുള്ളത്. പ്രത്യേകിച്ച് വലിയ വലിയ ഹോട്ടൽ ശൃംഖലയിലൊക്കെ പല രീതിയിലുള്ള ഓപ്പണിങ്സ് ഉണ്ടാകാറുണ്ട്. സോ പുറത്തു നിന്ന് ഒരാളെ റിക്രൂട്ട് ചെയ്യുന്നതിന് പകരം അകത്തുള്ള റിസോഴ്സിന് ആവശ്യമായ ട്രെയിനിങ് നൽകി ഡിപ്പാർട്ട്മെൻറ്റ് അക്രോസ് ഫോർവേഡ് ചെയ്യാറുമുണ്ട്. സോ ഒരു പർട്ടിക്കുലർ റാങ്കിൽ മാത്രമല്ല, ഡെസിഗ്നേഷനിൽ മാത്രമല്ല, മറ്റു പല പ്രൊഫൈൽസിലും ജോബ് ഡിസ്ക്രിപ്ഷനിലും തിളങ്ങാനും നിങ്ങൾക്ക് സാഹചര്യം നൽകുന്നു എന്നുള്ളത് ഹോട്ടൽ മാനേജ്മെൻറ്റ് കരിയറിൻ്റെ പ്രത്യേകതയാണ്. നാലാമത്തെ കാര്യമാണ് ബോണസസ് ലഭിക്കുന്ന കാര്യം. ഏതൊരു കമ്പനി ആയാലും ഹോട്ടൽസ് ആയാലും അവർക്ക് ലഭിക്കുന്ന ലാഭം, അവർക്കുണ്ടാകുന്ന ബിസിനസ് അച്ചീവ്മെൻറ്റ്സ്, അവർ ഒരു പർട്ടിക്കുലർ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ എംപ്ലോയീസിന് ബോണസായി കൺവേർട്ട് ചെയ്യാറുണ്ട്. സോ ആ ഒരു കാര്യം ഇവിടെയും അവരുടെ എംപ്ലോയീസിന് ബോണസ് ലഭിക്കാനും ഹോട്ടൽ മാനേജ്മെൻറ്റ് ജോലിയിലുള്ള കരിയറിലുള്ള കൂട്ടുകാർക്ക് ഈ രീതിയിലുള്ള ഫിനാൻഷ്യൽ ബൂസ്റ്റിങ്ങും ലഭിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളത്. അഞ്ചാമത്തെ കാര്യമാണ് മൊബിലിറ്റി. അതായത് നിങ്ങൾ ഒരു പർട്ടിക്കുലർ കമ്പനിയിലാണ് ജോബ് ചെയ്യുന്നത്, ആ പർട്ടിക്കുലർ ലൊക്കേഷനിൽ തന്നെ നിങ്ങളുടെ ആജീവനാന്തം മരിക്കും വരെ അല്ലെങ്കിൽ റിട്ടയർ ചെയ്യും വരെ അവിടെ തന്നെ കുഴിച്ചിട്ട പോലെ ജോലി ചെയ്യേണ്ട ഒരു ഗതികേട് ഹോട്ടൽ മാനേജ്മെൻറ്റ് ജോബിലില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏത് ഹോട്ടൽ മേഖലയിലാണോ അല്ലെങ്കിൽ കമ്പനിയിലാണോ ചേരാൻ പോകുന്നത് അവർക്ക് ഇൻ്റർനാഷണൽ പ്രസൻസ് ഉണ്ട്, അല്ലെങ്കിൽ നാഷണലി തന്നെ പല സ്ഥലങ്ങളിലാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ അവർ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി നൽകുകയും നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ലൊക്കേഷൻസിൽ വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ലഭിക്കുന്നു എന്നുള്ളതും ഹോട്ടൽ മാനേജ്മെൻറ്റ് ജോബിൻ്റെ ഒരു വലിയ പ്രത്യേകത തന്നെയാണ്. ആറാമത്തെ കാര്യമാണ് എൻട്രി ലെവൽ ജോബ് ലഭിക്കാൻ ബുദ്ധിമുട്ടില്ല എന്നുള്ളത്. പൊതുവെ പറയാറുണ്ട്, ഏത് ജോബിൽ പോയാലും പ്രത്യേകിച്ച് എൻജിനീയറിംഗ് പോലുള്ള ജോബിൽ ആദ്യം ചോദിക്കുന്നത് എക്സ്പീരിയൻസ് ആണ്. അവർക്ക് ഫ്രഷേഴ്സിന് വേണ്ട. പല രീതിയിലുള്ള ഇൻ്റർവ്യൂസ് കഴിഞ്ഞതിന് ശേഷം ജോബ് സീക്കേഴ്സും പറയാറുണ്ട്, നിങ്ങൾക്ക് ജോബ് നൽകിയില്ലെങ്കിൽ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഉണ്ടാകാറ്. സോ ആ രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ തീർച്ചയായും ഈ ഒരു മേഖലയിലില്ല. നല്ല രീതിയിലുള്ള ജോബ് സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ ലഭിക്കാൻ എളുപ്പമായ ഒരു മേഖലയാണ് ഹോട്ടൽ മാനേജ്മെന്റ് എന്നുള്ളത്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, വലിയ വലിയ കമ്പനികളിൽ അല്ലെങ്കിൽ ഹോട്ടൽ ചെയിൻസിൽ ജോലി ലഭിക്കാൻ നിങ്ങൾ ആദ്യം തന്നെ പ്രയത്നിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ആ ഒരു കാര്യം വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോബ് ടൈം എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ ജോബ് ലഭിക്കാനുള്ള സമയം എന്നുള്ളത് വളരെ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകാനും പറ്റില്ല. ചെറിയ ഗ്യാപ്പ് വെച്ചിട്ട് നിങ്ങളുടെ സ്റ്റഡീസ് കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ഓൺ ദി ജോബ് ട്രെയിനിങ് പോലെ ഒരു പർട്ടിക്കുലർ ജോബിൽ കയറാൻ പറ്റുകയാണെങ്കിൽ ആ ജോബിൽ നിന്ന് തന്നെ വേറെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് സീക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ജോബിൽ നിന്ന് അവരുടെ റെഫറൻസ് വഴി നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ ഡ്രീം ജോബിലേക്ക് ലാഡർ അവിടെ നിന്നും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഏഴാമത്തെ കാര്യമാണ് ഫ്രീ ഫുഡ്. പൊതുവെ സൗജന്യമായി ഭക്ഷണം ലഭിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈയിടെ നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കിറ്റ് രാഷ്ട്രീയം, കിറ്റ് കൊടുത്താൽ വോട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞ് താഴ്ത്താറുണ്ട്. പക്ഷേ ഭക്ഷണം എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യം തന്നെയാണ്. ഏതൊരു എംപ്ലോയി, ഏതൊരു കാൻഡിഡേറ്റിൻ്റെയും അവരുടെ ഭക്ഷണപരമായ ചെലവ് നോക്കുകയാണെങ്കിൽ അറൗണ്ട് 20% അവരുടെ ടോട്ടൽ സാലറിയുടെ എക്സ്പെൻസ് പോകുന്നത് ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷേ ഹോട്ടൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോബിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ രീതിയിലുള്ള ഫ്രീ ഫുഡും അതും നല്ല രീതിയിലുള്ള ഭക്ഷണവും വലിയ വലിയ ഹോട്ടൽസ് ആണെങ്കിൽ നിങ്ങൾ ചിലപ്പോഴൊക്കെ ഭക്ഷിക്കാൻ സാധ്യത വളരെ കുറവുള്ള രീതിയിലുള്ള ക്വാളിറ്റിയുള്ള ഭക്ഷണം ലഭിക്കാനുള്ള സാഹചര്യവുമുണ്ട്. അതൊരു എൻജോയ്മെൻറ്റ് ഫാക്ടറും അതോടൊപ്പം നിങ്ങളുടെ ഒരു പ്രിവിലേജുമായി എണ്ണപ്പെടാവുന്നതാണ്. ഹോട്ടൽ മാനേജ്മെൻറ്റ് കരിയറിലുള്ള വേറൊരു അട്രാക്റ്റീവ് ഫാക്ടറായി ഇത് മാറുന്നു. എട്ടാമത്തെ കാര്യമാണ് സൗജന്യം, ഫ്രീ അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് ട്രാവൽ പാക്കേജ് ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. നിങ്ങൾ ബാച്ചിലറാണ് അല്ലെങ്കിൽ മാരീഡാണ്, ഏതായിരുന്നാലും നിങ്ങൾക്ക് പല സ്ഥലങ്ങൾ ഇൻ്റർനാഷണൽ ട്രാവൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യം നിങ്ങളുടെ എംപ്ലോയർ വഴി ലഭിക്കുന്നു എന്നുള്ളതും ഹോട്ടൽ മാനേജ്മെൻറ്റ് ജോബിലെ ഒരു അട്രാക്റ്റീവ് ഫാക്ടറാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, എല്ലാ രീതിയിലുള്ള എംപ്ലോയേഴ്സും ഈ രീതിയിലുള്ള പേർക്സ് നൽകാറില്ല.
അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് ആദ്യം ജോലി സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജോബിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എംപ്ലോയറിനെയും വിലയിരുത്തുക, ആ എംപ്ലോയറിനെ കുറിച്ചുള്ള ഫീഡ്ബാക്സ് വായിക്കുക, ക്ലാസ് ഡോർ പോലുള്ള കമ്പനികളെ വിലയിരുത്തുന്ന ഫീഡ്ബാക്സുകൾ രജിസ്റ്റർ ചെയ്യുന്ന വെബ്സൈറ്റുകളിൽ പോയി എംപ്ലോയീസിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ അനുഭവങ്ങളൊക്കെ വായിച്ചെടുക്കുക എന്നുള്ളതും നിങ്ങളുടെ പിന്നീടുള്ള ഷോക്കിൽ നിന്ന് രക്ഷിക്കും എന്നുള്ളതാണ്. 9ാമത്തെ കാര്യമാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് ഒരു പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, ആർക്കിടെക്റ്റാണ്, അതല്ല ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്, ഒരു സയൻറ്റിസ്റ്റാണ്, ഏതായിരുന്നാലും ഇവർക്കൊക്കെയുള്ള ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് അവർ സ്വയം കണ്ടെത്തേണ്ടതാണ്. അതായത് ഇവർ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നു, ഇവരുടെ ഡെഡ് ലൈൻ മീറ്റ് ചെയ്യുന്നു, അവരുടെ മാനേജർ എങ്ങനെയാണോ അവരെ ട്രീറ്റ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും അവരുടെ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത്. പക്ഷേ ജോബ് റിലേറ്റഡ് ടു ഹോട്ടൽ മാനേജ്മെൻ്റ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറുമായി വളരെ അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. നല്ല രീതിയിലുള്ള ബന്ധം സ്ഥാപിക്കാനും അവരെ നിങ്ങൾക്ക് ഹാപ്പിയായി ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ, അവരുടെ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് നേടിക്കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അവരുടെ ഒരു ചെറിയ പുഞ്ചിരി, നമ്മളോടുള്ള അപ്രീസിയേഷൻ ഒക്കെ വളരെ വലിയ കാര്യമായി തോന്നും. നിങ്ങളുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ്റെ വലിയൊരു ഫാക്ടർ അത് തന്നെയാണ്. പല ജോബിലും ഏറ്റവും കൂടുതൽ സാലറി ലഭിക്കുന്ന റാങ്കൊക്കെയുള്ള ജോബാണെങ്കിലും ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങളാണ്. സോ അംഗീകാരങ്ങൾ നേരിട്ട് ലഭിക്കാൻ അല്ലെങ്കിൽ അത് അനുഭവിക്കാൻ പറ്റിയ ഒരു നല്ല ഫീൽഡാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്നുള്ളത്. 10ാമത്തെയും അവസാനത്തേതുമായ കാരണമാണ് നിങ്ങളുടെ ജോബ് എൻവയോൺമെൻറ്റ് ബോറിംഗ് ആകില്ല എന്നുള്ളത്. ഒരു പർട്ടിക്കുലർ ജോബിൽ കയറുന്നു, നിങ്ങളുടെ സാലറി നല്ലതാണ്, നിങ്ങൾക്ക് കാറുണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ എപ്പോഴും നിങ്ങൾ വീക്കെൻഡിനെ വെയിറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ എൻവയോൺമെൻറ്റ് മാറ്റാനുള്ള ആഗ്രഹമാണ്. ഒരു ഫ്രീ ബേർഡായി മുന്നോട്ട് പോകാനുള്ള, പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാനുള്ള ഒരു സാഹചര്യം ലഭിക്കുക എന്നുള്ളതൊക്കെയാണ് വീക്കെൻഡിൽ കൂടി നിങ്ങൾ നേടുന്നത്. പക്ഷേ ഓൺ ദ ജോബ് നിങ്ങൾ കാണുന്ന ക്യൂബിക്കിൾ സെയിം ആണ്, നിങ്ങൾ കാണുന്ന ഫ്ലോർ സെയിം ആണ്, നിങ്ങൾ കാണുന്ന സീലിംഗ് സെയിം ആണ്, നിങ്ങൾ കാണുന്ന വാൾ സെയിം ആണ്, നിങ്ങൾ കാണുന്ന ബോസ് സെയിം ആണ്, നിങ്ങൾ കേൾക്കുന്ന കസ്റ്റമറിൻ്റെ സ്വരവും അവരുടെ ട്യൂണുമൊക്കെ ഏകദേശം സെയിം ആണ്, മോണോട്ടണിയാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയ ബോറിംഗ് ഫീൽ ചെയ്യാൻ സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് മില്ലേനിയൽസ്, അതായത് 1984 ശേഷം അല്ലെങ്കിൽ 1980s ശേഷം ജനിച്ച ആൾക്കാർ. ഇവർക്ക് ഏറ്റവും നല്ല ന്യൂസ് ഉള്ളത് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന രീതിയിലുള്ള കരിയർ പ്രോസ്പെക്ട്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എൻവയോൺമെൻറ്റ് മാറ്റാം, ബാക്ക്ഗ്രൗണ്ട് മാറ്റാം, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം മാറ്റാം, ടൗൺ മാറ്റാം, സിറ്റി മാറ്റാം, അറ്റ്മോസ്ഫിയർ മാറ്റാം. പല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ ഉള്ളത് നിങ്ങളുടെ ബോറിംഗ് ഫാക്ടറിനെ വളരെ വലിയ രീതിയിൽ തന്നെ കുറയ്ക്കാനും സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ കൺക്ലൂഡിങ് എടുത്തു പറയാനുള്ളത് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്നുള്ള ആ ഒരു ജോബ് മേഖലയെക്കുറിച്ചാണ്. വളരെ വലിയ രീതിയിലുള്ള എക്സൈറ്റ്മെൻറ്റും ന്യൂനെസ്, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ, പുതിയ പുതിയ ആൾക്കാരുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങൾ, പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താനുള്ള, പുതിയ പുതിയ റോളുകളിൽ തിളങ്ങാനുള്ള സാഹചര്യമൊക്കെയാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന ജോബിൽ കൂടി അല്ലെങ്കിൽ ആ ഒരു കരിയർ മേഖലയിൽ കൂടി നിങ്ങൾ നേടാൻ പോകുന്നത്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ് പല ബ്രോക്കേഴ്സും എഡ്യൂക്കേഷൻ ഏജൻസുമൊക്കെ വാല്യൂ ഇല്ലാത്ത അല്ലെങ്കിൽ നല്ല രീതിയിൽ ജോബ് ലഭിക്കാൻ നിങ്ങളെ സഹായിക്കാത്ത കോളേജുകളിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഡിഗ്രി കോഴ്സുകളും ഡിപ്ലോമ കോഴ്സുകളും ചെയ്ത് തരിച്ചു നിന്ന് നോക്കുന്ന, ഷോക്ക് ലഭിക്കുന്ന അവസ്ഥയിൽ നിന്നും ജോബ് ലഭിക്കാതെ വളരെ ബുദ്ധിമുട്ടി ആദ്യത്തെ ജോബിന് വേണ്ടി ഗൾഫിൽ വന്ന് കാഫ്റ്റീരിയയിലും റെസ്റ്റോറൻറ്റ്സിലുമൊക്കെ ജോലിയെടുക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരോട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു എപ്പിസോഡ് എന്തുകൊണ്ട് നിങ്ങൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് ചെയ്തുകൂടാ എന്ന ഒരു എപ്പിസോഡ് ചെയ്തത്. പക്ഷേ ആ കാര്യങ്ങൾ മാറ്റി നിർത്തി നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് നല്ല രീതിയിലാക്കുക, നല്ല എംപ്ലോയറിനെ കണ്ടെത്തുക, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ വാല്യൂ നൽകുക, നിങ്ങളുടെ വാല്യൂവിൽ കൂടി നിങ്ങൾ വാല്യൂബിൾ ആകുക എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ എംപ്ലോയറും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ചെന്നെത്തുന്നത് നല്ല ഒരു എംപ്ലോയറിൻ്റെ അടുത്തായിരിക്കണം, അവരുടെ അണ്ടറിലായിരിക്കണം എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ സ്വന്തമായ ഒരു ഓൺട്രപ്രണേറിയൽ എഫേർട്ട് തുടങ്ങാൻ പറ്റും. ഏതായിരുന്നാലും പല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് മേഖല നൽകുന്നത്. തീർച്ചയായും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഫ് യു ആർ ലിസണിങ് ത്രൂ പോഡ്കാസ്റ്റ്, thank you for listening.